നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ളൊരു ദിവസമാണിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണാലിയിലാണ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ അവിടെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ നല്ല കാലാവസ്ഥയാണ്. നല്ല നീലാകാശവും നല്ല വെയിലൊക്കെ ഉള്ള നല്ല കാലാവസ്ഥ. ഞാനിന്ന് പോകുന്നത് റോഹ്താങ് പാസിലേക്കാണ്. ഹിമാചലിലെ തന്നെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പിന്നെ വളരെ ഉയരം കൂടിയ ഒരു സ്ഥലവും കൂടിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം റോഹ്താങ് പാസിനെ കുറിച്ച്. ഇത് ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലാണ്. അപ്പോൾ എന്നെ കാത്ത് ടാക്സി താഴെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. മണാലിയിൽ പതുപോലെ തിരക്കുകളൊന്നുമില്ല. തിരക്ക് വളരെ കുറവാണ്. ഇങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ വളരെ മോശമായി കിടക്കുന്നതുകൊണ്ടായിരിക്കാം ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും മണാലിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റോഹ്താങ് പാസ്, അതുപോലെ അടൽ ടണൽ അവിടേക്ക് ഒന്ന് പോവുക. അവിടെ പോയി ആ സ്ഥലങ്ങളൊക്കെ കാണുന്നതിനേക്കാൾ ഉപരി അങ്ങോട്ടേക്കുള്ള യാത്ര, ആ റോഡുകളുടെ വശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരങ്ങളായ കാഴ്ചകളാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഒരു 1000 രൂപ 1500 രൂപ ചിലപ്പോൾ അധികമാവുമായിരിക്കും, കാരണം ടാക്സി വാടകയൊക്കെ കൊടുക്കാനായിട്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ യാത്ര നഷ്ടമാകില്ല. അത്ര മനോഹരമായ യാത്രയാണ്. ഇടയ്ക്കൊക്കെ റോഡുകൾ ഇതുപോലെ മോശമായി തകർന്നു കിടക്കുകയാണ്. അതെല്ലാം പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം BRO ആണ് ചെയ്യുന്നത്. BRO എന്ന് പറയുമ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നാണ്. അവരാണ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ അവിടേക്കുള്ള റോഡുകൾ നിർമ്മിക്കുന്ന BRO ആണ്. നമ്മളീ പോകുന്ന വഴിയിൽ ഇടയ്ക്കൊക്കെ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. വളരെ മോശം ഓഫ് റോഡ് പോകുന്നവരാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാം പണി നടക്കുകയാണ്. എല്ലാം BRO ആണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡുകൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പം ഈ മേഘവിസ്ഫോടനം നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ, ഈ റോഡെല്ലാം എടുത്തുകൊണ്ടങ്ങ് പോകും. പിന്നെ ഇവിടെ ഗതാഗതമെല്ലാം ആകെ താറുമാറാവും. പിന്നെ ഇതുപോലെ വീണ്ടും പണിയുകയാണ് പതിവ്. ഇത് ഈ ഹിമാചലുകാർക്ക് ഇതൊരു സ്ഥിരം അനുഭവിക്കുന്ന ഒരു സാധനമാണ്. അവർക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ചിലപ്പോൾ കുരുങ്ങിപ്പോവും. കാരണം നിങ്ങൾക്ക് റോഡിലേക്ക് തിരിച്ച് കയറി വരാൻ റോഡ് ഉണ്ടാകില്ല. പിന്നെ നിങ്ങളെ മിക്കവാറും ഒക്കെ എയർലിഫ്റ്റൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം മിക്കവാറും ഒക്കെ ഈ നമ്മൾ ഈ ഉത്തരാഖണ്ഡ്, ഈ ഹിമാചൽ പ്രദേശത്തൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളീ പോകുന്ന വഴിയിലെ കുറേ ചെമ്മരിയാടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. റോഡ് നിറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കാർ അവിടെ നിർത്തി ഞാനത് കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കഴുതപ്പുറത്ത് കൊണ്ടുവരുന്നില്ല. ഇവർ താമസിക്കുന്ന ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി ടെൻ്റ് അടിച്ച് കിടന്നിട്ട് ചിലപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചവർ ഇറങ്ങി വരുന്നതാണ് പറയുന്നത്. ഇവരെ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ചെമ്മരിയാടിൻ്റെ കൂടെ മറ്റേ ആടുണ്ടെന്ന് തോന്നുന്നു, സാധാരണ ആടുമുണ്ട്. ഈ ചെമ്മരിയാടിൽ തന്നെ പലതിൻ്റെയും ഈ രോമം എടുത്തിട്ടുണ്ട്. അതിന് കിളിച്ച് വരണം, രണ്ടാമത് കിളിർത്ത് വരണം. എടുക്കാത്തതും എൻ്റെ കൂടെ പോകുന്നുണ്ട്, എടുത്തതും എൻ്റെ കൂടെ പോകുന്നുണ്ട്. പിന്നെ സാധാരണ ആടും എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രധാന വരുമാന മാർഗം, ഒരു കൃഷി ആണ് ഈ ചെമ്മരിയാടിനെ വളർത്തുക എന്നുള്ളതും അതിൻ്റെ രോമം എടുത്ത് ഓരോ കുപ്പായങ്ങൾ ഉണ്ടാക്കുക, കമ്പിളിപ്പതപ്പൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. നോക്കൂ, എത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. നോക്കി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. റോഡ് ഇല്ല, റോഡൊക്കെ ചെറിയ റോഡുകളാണ്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് അഗാധമായ ഗർത്തമാണ് കേട്ടോ, അഗാധമായ കൊക്കയാണ്. ഈ ഇവിടെയുള്ള ഡ്രൈവേഴ്സിനൊന്നും അതൊരു പേടിയില്ല. കാരണം അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ പേര് അവർ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്കൊട്ട് പേടിയില്ല അതിന്. നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അത്രയും സ്പീഡിലൊക്കെ പോകുമ്പം നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവും. ഇവിടെ ധാരാളം മലയാളികൾ സ്വന്തം വാഹനമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് മാരുതിയുടെ ഓൾട്ടോയാണ്. അപ്പോൾ നമുക്ക് വലിയ 4 വീലർ കാറൊന്നും വേണമെന്നില്ല ഇവിടെ വരാൻ.
മാരുതിയുടെ 800 ആയാലും ഇവിടെ ഓക്കെയാണ്. ഇവിടെ ധാരാളം അങ്ങനെയുള്ള കാറുകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കും അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് വശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ ഗംഭീര കാഴ്ചകളാണ്. എന്താ പറയുക, നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നീലാകാശമാണ്. കാരണം പൊല്യൂഷൻ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആകാശത്തിന് ശരിക്കുള്ള കളർ, നീല കളർ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങളെപ്പോൾ കുളു മനാലി വന്നാലും നിങ്ങൾ ഈ റോത്തങ് പാസ് മിസ് ചെയ്യരുത്. ഹിമാലയത്തിലെ പിർപ്പഞ്ചൽ പർവ്വതത്തിൻ്റെ കിഴക്ക് മനാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹിമാചൽ പ്രദേശിലെ ലാഹോർ താഴ്വാരത്തേക്കുള്ള 51 കിലോമീറ്റർ നീളമുള്ള റോഡിനെയാണ് റോത്തങ് പാസ് എന്ന് പറയുന്നത്. ആ റോഡിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തേക്കാണ് ഈ യാത്രക്കാരെല്ലാം പോകുന്നത്. 3980 മീറ്റർ ഉയരമാണ്, ഏകദേശം 13,058 അടി ആണ് ആ ഭാഗത്തിൻ്റെ ഉയരം. അവിടേക്കാണ് എല്ലാ സഞ്ചാരികളും പോകുന്നത്. ഈ ഞാനും പോകുന്നത് അങ്ങോട്ടേക്കാണ്. ചെനാബ്, ബിയാസ് എന്നീ 2 നദികളാണ് ഈ ചുരത്തിൻ്റെ 2 വശങ്ങളായിട്ടുള്ളത്. ഇതിൻ്റെ തെക്ക് ഭാഗത്തൊഴുകുന്ന ബിയാസ് നദി തെക്കോട്ടേക്ക് ഒഴുകുമ്പോൾ വടക്കുള്ള ചെനാബ് നദി പടിഞ്ഞാറേക്കാണ് ഒഴുകുന്നത്. രാവിലെ ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അത്യാവശ്യം വിശപ്പ് തോന്നി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നല്ല മനോഹരമായ സ്ഥലത്ത് നിർത്തി. ഇവിടെ ഒരു രസകരമായൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത്രയും ദൂരം, ഇത്രയും വിജനമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു 1-2 റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ മറ്റൊരു സാധനമുണ്ട്. നിങ്ങൾ ഈ ചുവന്ന കളറടിച്ച ഇതെന്താ സംഭവം എന്നറിയാമോ? വൈൻ ഷോപ്പാണ്. ബിയറും മദ്യവും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. ഇതാണ് ഇവിടുത്തെ ദേശീയ ആഹാരം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ ഇതാണ് ഇവിടുത്തെ പ്രധാന ആഹാരം. ഭക്ഷണമെല്ലാം കഴിഞ്ഞു യാത്ര തുടരുകയാണ്. ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ധാരാളം പാരാ റൈഡേഴ്സ് ഗ്രൂപ്പിനെ കാണാൻ പറ്റും. ഓരോ ക്ലബ്ബുകളാണ്. 2500 രൂപ 3000 രൂപയാണ് ഒരാൾക്ക്. അതിൽ കയറി നമുക്ക് ഈ ആ ഒരു ആകാശ ദൃശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം വാഗമണ്ണൊക്കെ ഉണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇത്രയും മനോഹരമായ സ്ഥലമല്ലല്ലോ വാഗമണ്ണൊന്നും. അപ്പം നിങ്ങൾക്ക് കുറച്ച് സാഹസികതയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാഹനം നിർത്തി ഇവിടെ ഇതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ വേറൊരു കുഴപ്പമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരം നവംബർ മുതൽ മെയ് വരെ എല്ലാ വർഷവും അടച്ചിടുകയായിരുന്നു പതിവ്. അതിഭീകരമായ മഞ്ഞുവീഴ്ചയാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ വാഹന ഗതാഗതം പാടാണ്. പിന്നെ ചില മിലിറ്ററി വാഹനങ്ങളൊക്കെ ടയർ ചെയിനൊക്കെ ചുറ്റി നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിതി ജില്ല, ലാഹോൾ എന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങൾ ഇവിടെ അടുത്തുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ പട്ടാളക്കാരൊക്കെയാണ് അവരെ ആഹാരമൊക്കെ കൊടുത്ത് സഹായിക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് 2000 ജൂൺ 3 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പുതിയ ടണൽ ചെയ്യാൻ തീരുമാനിച്ചു. 2010 ജൂൺ 28 സോണിയാഗാന്ധി തറക്കല്ലിട്ടു. 2020 ഒക്ടോബർ 3 ശ്രീ നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തു. 3200 കോടി രൂപയായിരുന്നു ആ ടണലിന്. അടൽ ടണൽ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്, അടൽ ടണലിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒടുവിൽ റോത്തങ് പാസിൽ എത്തിയിട്ടുണ്ട്. ഈ റോഡിലെ, ഈ ഹൈവേയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3980 മീറ്റർ ഉയരമുള്ള ഒരു സ്ഥലമാണ്. ഇനി ഇവിടെ നമ്മൾ താഴേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇനി കുറച്ച് താഴേക്ക് ഇറങ്ങുന്നത്. ഏതാണ് ഏറ്റവും ഉയരമുള്ള സ്ഥലം. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങ് അകലെ ഒരു തടാകം കാണാം, ഒരു നീല തടാകം. അതിനുമപ്പുറം മഞ്ഞുമലയാണ്. ഇപ്പോൾ മഞ്ഞ് തുടങ്ങാൻ പോവുകയാണ്, മഞ്ഞ് സീസൺ ആവാൻ പോവുകയാണ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾ എങ്ങനെ മിസ് ചെയ്യും?
അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മണാലി കുളു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 1500 നോക്കരുത്, നേരെ ഇങ്ങോട്ടേക്ക് പോരുക, ടാക്സി എടുത്തേക്ക് പോരുക. നല്ല ഗംഭീരമായ സ്ഥലമാണ്, ഗംഭീര കാഴ്ചകളാണ്. നമുക്ക് എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂട് അറിയുകയില്ല. കാരണം നമുക്കൊരു സുഖമുള്ള തണുപ്പാണ് എപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതിലെ കൂടെ ധാരാളം ഇതിന് മലകളൊക്കെ മുകളിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിലൊക്കെ ആൾക്കാർ വലിഞ്ഞുപിടിച്ച് കയറുന്നുണ്ട്. കൂടുതൽ മലയാളീസാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നതെല്ലാം മലയാളീസിനെയാണ്. മലയാളികൾ ഇത്രയും യാത്ര ചെയ്യുന്നവരാണെന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇത്രയും ദൂരമൊക്കെ വിത്ത് ഫാമിലി, അത് കൊച്ചു കുട്ടികളുണ്ട്, അവരെല്ലാം ഇവിടേക്കാണ് യാത്ര ചെയ്ത് വരുന്നത്. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ മണാലി കുളുവൊന്നും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെയൊക്കെ വരണം. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. നീല തടാകം കണ്ടോ, ആ നീലാകാശം അത്ര നല്ല ഭംഗിയുള്ള ആകാശമാണ്, അത് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യാണ്. കാരണം ഇതിലെ വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് മലയുടെ മുകളിൽ നിന്ന് ഒരു ചാല് പോലെ ഒഴുകി വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ തടാകം പോലെ നിൽക്കുകയാണ്. നോക്ക്, എത്ര രസമുള്ള വെള്ളം നോക്ക്, കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി അവിടെ ഒന്ന് തടാകം പോലെ നിൽക്കിട്ട് അതിനകത്ത് ആ നീലാകാശം റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച. ഒരു നീല തടാകം തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നടന്ന് ക്ഷീണിച്ച് അങ്ങ് ദൂരെ ഇരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് മിനി. പുള്ളിക്കാരി കുറച്ച് ഏറെ നടന്നിട്ട് അവിടെ വിശ്രമിക്കുകയാണ്. വെയിലത്തിരുന്ന് വിശ്രമിക്കുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ. കാര്യം വെയിൽ ഫീൽ ചെയ്യത്തില്ല, നമുക്ക് തണുപ്പ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അത്രത്തോളം നടക്കാനുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആ റോക്ക് പാസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ മലയുടെ മുകളിലെല്ലാം കയറി തടാകത്തിൻ്റെ അവിടെ നിന്നേ കയറി വരികയാണ്. യാക്ക്, ഇത് ഹിമാലയത്തിൽ മാത്രം അല്ലെങ്കിൽ മഞ്ഞ് മലകളിൽ മാത്രം കാണുന്ന ഒരു പശു ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണ് യാക്ക്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ ഓടി അടുത്തേക്കൊന്നും പോകണ്ട. കാരണം സാധാരണ പശുവിൻ്റെയൊക്കെ സ്വഭാവം തന്നെയാണ്, അത് കൊമ്പ് വെച്ച് ചിലപ്പോൾ പണി തന്നിരിക്കും. പിന്നെ ചിലർ ഇതിനെ ഫോട്ടോയ്ക്ക് എടുക്കാൻ വേണ്ടി, നമുക്ക് പൈസ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതിനെ ഇണക്കി വളർത്തുന്ന ആൾക്കാരുണ്ട്, ഇവിടെ തന്നെ ഉണ്ടത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഞാൻ ഇനി പോകുന്നത് അടൽ ടണലിലേക്കാണ്. അടുത്ത വീഡിയോ അടൽ ടണലിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.